നമസ്കാരം. നമ്മൾ മലയാളികൾക്ക് സ്വർണം എന്ന് പറഞ്ഞാൽ വെറുമൊരു ആഭരണമല്ല, അല്ലേ? അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഉറപ്പാണ്. അപ്പോ നിങ്ങൾ സ്വർണം പണയം വെക്കുന്ന ഒരാളാണെങ്കിൽ ഇനി പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ബാങ്കുകളെ പോലും വിറപ്പിക്കുന്ന, നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന ഒരു പുതിയ നിയമം വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചോദ്യം? ഞെട്ടിയോ? അപ്പോ എന്താ തോന്നുന്നത്? ഇത് ശരിയാണോ തെറ്റാണോ? ഇതിന്റെ ഉത്തരം ഞാൻ ഉടനെ പറയാം. പക്ഷേ അതിനു മുൻപ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിയമം വന്നതെന്ന് നമ്മളൊന്ന് അറിയണം. നിങ്ങളൊന്ന് ഓർത്തുനോക്കൂ. പണ്ടൊക്കെ ഒരു അത്യാവശ്യത്തിന് സ്വർണം പണയം വെക്കാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു, അല്ലേ? സങ്കീർണമായ നിയമങ്ങൾ, പലിശയുടെ കണക്കുകൾ, എങ്ങാനും നമ്മുടെ സ്വർണം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ടെൻഷൻ. എന്നാൽ ആ കാലമൊക്കെ മാറാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ റിസർവ് ബാങ്ക് ആ പേടിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോ ഈ പുതിയ നിയമങ്ങൾ എങ്ങനെയാണ് സാധാരണക്കാരായ നമ്മൾക്ക് കൂടുതൽ പവർ തരുന്നത്? നമുക്ക് നോക്കാമല്ലേ? ഇതാണ് ആദ്യത്തെ ഏറ്റവും വലിയ ഗുണം. ഇനി നിങ്ങളുടെ സ്വർണത്തിന് കൂടുതൽ കാശ് കിട്ടും. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. കയ്യിലുള്ള അതേ സ്വർണത്തിന് തന്നെ കൂടുതൽ പണം ലോണായി കിട്ടും. അതെങ്ങനെയാണെന്നല്ലേ? ഈ കണക്ക് കണ്ടാൽ സംഭവം ക്ലിയർ ആവും. ഈ ടേബിളിലോട്ടൊന്ന് നോക്കിക്കേ. സംഭവം സിമ്പിളാണ്. പണ്ടൊക്കെ നമുക്ക് സ്വർണത്തിന്റെ വിലയുടെ 75% ലോണായിട്ട് കിട്ടുമായിരുന്നുള്ളൂ. പക്ഷേ ഇനി 2.5 ലക്ഷം രൂപ വരെയുള്ള ലോണിന് എത്ര കിട്ടുമെന്നറിയോ? 85% വരെ. അതായത് 1 ലക്ഷത്തിന്റെ സ്വർണം വെച്ചാൽ പണ്ട് 75,000 കിട്ടിയിരുന്നിടത്ത് ഇനി 85,000 രൂപ കയ്യിൽ കിട്ടും. ഒരു 10,000 രൂപയുടെ വ്യത്യാസം. അപ്പോ കൂടുതൽ പണം കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. ആ പണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും കുറയണം, അല്ലേ? അതാണ് അടുത്ത പോയിന്റ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. അത്യാവശ്യമായി കുറച്ച് കാശ് വേണം. സാധാരണ എന്താ സംഭവിക്കാറ്? ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, സിബിൽ സ്കോർ നോക്കണം, ആകെ ബഹളമാണ്. എന്നാൽ ഇനി 2.5 ലക്ഷം രൂപ വരെയുള്ള ലോണിന് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ സ്വർണമാണെന്ന് തെളിയിക്കാൻ ഒരു സത്യവാങ്മൂലം, അതായത് ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുത്താൽ മതി. എങ്ങനെയുണ്ട്? ഇത് ശരിക്കും ഒരു രക്ഷയാണല്ലേ? ഇനി അടുത്തത്, നമ്മളെ പലരെയും കുഴപ്പത്തിലാക്കിയിരുന്ന ഒരു വലിയ കടക്കിണിയുണ്ട്. അതിന് RBI ഒരു പൂട്ടം കിട്ടും. നിങ്ങൾക്കറിയാമോ, പലിശ മാത്രം അടച്ച് ലോണിനെ വർഷങ്ങളോളം കൊണ്ടുപോകുന്നൊരു പരിപാടിയുണ്ട്. അവസാനം നോക്കുമ്പോൾ മുതൽ അവിടെ തന്നെ കാണും, നമ്മുടെ കാശും പോകും. അതൊരു വലിയ ട്രാപ്പാണ്. ഇനി ആ കളി നടക്കില്ല. പുതിയ നിയമം പ്രകാരം മുതലും പലിശയും മുഴുവനായിട്ട് അടച്ചു തീർത്താൽ മാത്രമേ ലോൺ പുതുക്കാൻ പറ്റൂ. എന്നുവെച്ചാൽ കടം തീർക്കുക തന്നെ വേണം. ഓക്കെ, ഇതുവരെ പറഞ്ഞതൊക്കെ അടിപൊളി മാറ്റങ്ങളാണ്. പക്ഷേ ഇനി പറയാൻ പോകുന്നതാണ് ശരിക്കും ഞെട്ടിക്കുന്ന സംഭവം. ഇത് കേട്ടാൽ ബാങ്കുകൾ വരെ ഒന്ന് വിറയ്ക്കും. നിങ്ങൾക്ക് ഫുൾ പവർ തരുന്ന ആ നിയമം. ഇതാണ് ആ നിയമം. 7-day റൂൾ. നിങ്ങൾ ലോൺ മുഴുവനായി അടച്ചു തീർത്താൽ കൃത്യം 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ബാങ്ക് നിങ്ങളുടെ സ്വർണം തിരിച്ചു തന്നിരിക്കണം. ഒരു സംശയവുമില്ല. ഇനി അവർ വൈകിച്ചാലോ? അപ്പോ എന്ത് സംഭവിക്കും? ഇതാണ് ഉത്തരം. 5,000 രൂപ. ഒരു ദിവസത്തേക്ക്, അതായത് 7 ദിവസം കഴിഞ്ഞ് ഓരോ ദിവസവും വൈകുന്തോറും ബാങ്ക് നിങ്ങൾക്ക് 5,000 രൂപ വെച്ച് പിഴ തരണം. അപ്പം നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതിന്റെ ഉത്തരം എന്താ? ശരിയെന്ന് തന്നെയാണ്. ഇനി ബാങ്കുകൾക്ക് തോന്നിയ പോലെ മെല്ലെപ്പൊക്കെ നടക്കില്ല. തീർന്നില്ല കേട്ടോ, വേറെയും ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളുണ്ട്. കൂടെ ഒരു വലിയ മുന്നറിയിപ്പും. 1. ഇനി വെള്ളി പണയം വെച്ചും ലോൺ എടുക്കാം. 2. ലേലത്തിൽ ഇനി തട്ടിപ്പ് നടക്കില്ല. സ്വർണത്തിന്റെ മാർക്കറ്റ് വിലയുടെ 90% കുറഞ്ഞ വിലയ്ക്ക് ലേലം ചെയ്യാൻ പറ്റില്ല. പിന്നെ ലേലം ചെയ്യുവാണെങ്കിൽ അത് പത്രത്തിൽ പരസ്യം ചെയ്യണം. പോരാത്തതിന് ലേലം കഴിഞ്ഞ് ബാക്കി വരുന്ന പണം 1 രൂപയാണെങ്കിൽ പോലും 7 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കിട്ടിയിരിക്കണം. എല്ലാം കൊണ്ടും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ. ഇതൊന്നും വെറും നിയമത്തിലെ മാറ്റങ്ങളല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ നമ്മളെപ്പോലുള്ള സാധാരണ കുടുംബങ്ങൾക്ക് സാമ്പത്തികമായി കുറച്ചുകൂടി ശക്തി തരുന്ന ഒരു വലിയ മുന്നേറ്റമാണ്. നോക്കൂ, ഈ കാര്യങ്ങൾ ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിവരം നിങ്ങളുടെ കൂട്ടുകാർക്കും വീട്ടുകാർക്കും ഉറപ്പായും ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒരൊറ്റ ഷെയർ മതിയാകും അവരെ വലിയൊരു ബുദ്ധിമുട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ചതിയിൽ നിന്നോ രക്ഷിക്കാൻ. ഇതുപോലെ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ അവകാശങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്ന വിവരങ്ങൾ ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കൂ. നമുക്ക് അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.